നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ടാക്ടിക്സിലേക്ക് സ്വാഗതം. IPL-ൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂർ വേഴ്സസ് ഗുജറാത്ത് ടൈറ്റൻസ് മത്സരത്തിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. മിക്കപ്പം MSK ഒപ്പം ഹാരിസ് നെന്മാറ. ഇന്നത്തെ മത്സരത്തിൻ്റെ വിശേഷത്തിലേക്ക് വരാം. അതിനു മുമ്പ് കഴിഞ്ഞ ദിവസം നമ്മൾ സഞ്ജു സെഞ്ചുറി അടിച്ച ചെന്നൈ വിജയിച്ച മത്സരത്തിൽ ടാക്ടിക്സ് ഇരുന്നപ്പോൾ അതിനടിയിൽ വരുന്ന കമൻറ്റുകളിൽ ഭൂരിഭാഗവും MSK എവിടെ എന്നായിരുന്നു. MSK ഇന്നലെ എവിടെ പോയതാ? ഇന്നലെ കുറച്ച് പണിയുണ്ടായിരുന്നു, വേറെ കുറച്ച് പണിയുണ്ടായിരുന്നു. സഞ്ജുവിന് വേണ്ടി PR ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ മറ്റു ചില വർക്കുകളുണ്ടായിരുന്നു. സഞ്ജു ഏതായാലും സെഞ്ചുറി അടിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. നമ്മളെപ്പോഴും സഞ്ജുവിനെ ബാക്ക് ചെയ്ത് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ IPL തന്നെ 2 സെഞ്ചുറികളുമായി സഞ്ജു സെഞ്ചുറികളുടെ ടാലിയിലും മുന്നിൽ നിൽക്കുകയാണ്. CSKക്ക് വേണ്ടിയിട്ടും, അതായത് CSKക്ക് വേണ്ടിയിട്ട് ഇതിനു മുമ്പ് സെഞ്ചുറികൾ നേടിയവർ ഒരുപാട് മത്സരങ്ങൾ കളിച്ചിട്ടുണ്ട്. സഞ്ജു പക്ഷേ തൻ്റെ ആദ്യ സീസണിലെ 6ാമത്തെ മത്സരത്തിനുള്ളിൽ 2 സെഞ്ചുറികൾ നേടി. വാട്സണ് 45 മത്സരം എടുത്തപ്പോൾ ഒന്നാം സ്ഥാനത്തുള്ള സഞ്ജു 7 മത്സരം കൊണ്ടാണ് 2 സെഞ്ചുറി അടിച്ചത്. തീർച്ചയായിട്ടും അതിലേക്ക് വരാം. പിന്നെ RCB അതിഗംഭീരമായൊരു പ്രകടനത്തോടു കൂടി തന്നെ, അതായത് ഓൾറെഡി നല്ല പ്രകടനം തുടരുകയാണ്. ഡൽഹിക്കെതിരായ മത്സരത്തിൽ ചെറിയൊരു ഒരു ലോ സ്കോറിംഗ് ഗെയിമിൽ ഒരു ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഗംഭീരമായി തിരിച്ചു വന്നു. 5 വിക്കറ്റിൻ്റെ ഒരു ഗംഭീര വിജയം. 200+ സ്കോർ ഉണ്ടായിട്ട് പോലും അത് അനായാസം അവർ ചേസ് ചെയ്യുകയാണ്. ചേസ് മാസ്റ്റർ അവിടെ ഉണ്ടല്ലോ, അപ്പോൾ അത് അനായാസമാവുമല്ലോ. എങ്ങനെയായിരുന്നു RCBയുടെ ഒരു പ്രകടനം? അല്ല, വിരാട് കോഹ്ലിയെ 0-ന് പുറത്താക്കാനുള്ള അവസരം കൈവിട്ട ഒരു ടീം ജയിക്കുമെന്ന് തോന്നുന്നത്, അവർ അങ്ങനെ കരുതുന്നത് ഒരു അതിമോഹമാണ്. അതായത് വിരാട് കോഹ്ലിയെ പോലുള്ളൊരു താരം 18 സീസണുകളായിട്ട് 19ാമത്തെ സീസണിലേക്ക് കടന്നിരിക്കുകയാണ്. അതിന് ഇടയ്ക്ക് പലരും വന്നു പോയി, പല താരങ്ങളും. AB ഡിവില്ലിയേഴ്സ് വന്നുപോയി, സുരേഷ് റെയ്ന വന്നുപോയി, ശിഖർ ധവാൻ വന്നുപോയി, പിന്നെ അങ്ങനെ ഒരുപാട് താരങ്ങളൊക്കെ വന്നു പോയി നിൽക്കുന്നൊരു സമയത്തും വിരാട് കോഹ്ലി ഈ 18 സീസണുകളിൽ അവിടെ ഉണ്ട്. അങ്ങനെയുള്ളൊരു താരത്തിന്, IPL-ലെ കിങ്ങിന്, IPL-ൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരത്തിന്, IPL-ൽ 300 സിക്സറുകൾക്ക് അധികം നേടിയിട്ടുള്ളൊരു താരത്തിന് 0-ൽ അത്രയും അനായാസമായ ഒരു ക്യാച്ച് കൈവിട്ടു പോവുക എന്നുള്ളത് പിന്നെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഗുജറാത്ത് അവിടെ മുതൽ തന്നെ അവർക്ക് ചേസിങ്ങിൽ, അതായത് അവർക്ക് ഡിഫെൻഡിങ്ങിൽ അവർക്ക് അവിടെ തന്നെ പിഴക്കുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. പിന്നെയുള്ളത് നമുക്കറിയാം, ഇതിൽ ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടോപ്പ് 3 ക്ലിക്കായാൽ മാത്രമാണ് അവർക്കൊരു നല്ല സ്കോർ എത്താൻ കഴിയുകയുള്ളൂ. മധ്യനിര മുഴുവൻ ഫ്ലോപ്പാണ് എന്ന നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പറഞ്ഞിരുന്നു. സായ് സുദർശൻ്റെ സെഞ്ചുറി അവിടെ, പിന്നെ സായ് സുദർശൻ പ്ലസ് അവരുടെ ടോപ്പ് 3-ൽ 3 പേരും നന്നായിട്ട് കളിച്ചു. പക്ഷേ പതിവിൽ നിന്ന് വ്യത്യസ്തമായി കഴിഞ്ഞ ദിവസം ജേസൺ ഹോൾഡറിൻ്റെ ഒരു ക്യാമിയോ കൂടി നമ്മൾ കണ്ടു. അപ്പം സായ് സുദർശൻ്റെ സെഞ്ചുറി എന്ന് പറയുമ്പോൾ അദ്ദേഹം വളരെ കാലമായിട്ട് വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്, സ്ട്രൈക്ക് റേറ്റിൻ്റെ പേരിലൊക്കെ വിമർശനങ്ങൾ നേരിടുന്നുണ്ട്. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ വർഷത്തെ ഓറഞ്ച് ക്യാപ്പ് ഹോൾഡർ ആയിരുന്നു എന്ന കാര്യം നമ്മൾ ഓർക്കണം. 700-ലധികം റൺസ് അദ്ദേഹം നേടിയിട്ടുണ്ട്. പക്ഷേ സ്ട്രൈക്ക് റേറ്റ് ഞാൻ കഴിഞ്ഞ ദിവസം ചെക്ക് ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് 147, 146, 147 എന്ന സ്ട്രൈക്ക് റേറ്റ് ഉണ്ട്. നോർമലി അതൊരു നല്ല സ്ട്രൈക്ക് റേറ്റ് ആണ്. പക്ഷേ അദ്ദേഹത്തെ കമ്പയർ ചെയ്യപ്പെടുന്നത് മറ്റ് ഓപ്പണേഴ്സുമായിട്ടാണ്. വൈഭവ് സൂര്യവംശിയുമായിട്ടാണ്, അഭിഷേക് ശർമ്മയുമായിട്ടാണ്, അതുപോലെ പ്രിയാൻഷ് ആര്യ പോലുള്ള മറ്റ് യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ഓപ്പണേഴ്സുമായിട്ടാണ്. അങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം ഒരു 30 എങ്കിലും സ്ട്രൈക്ക് റേറ്റ് കുറവായിരിക്കും, 30-40 കുറവായിരിക്കും. പക്ഷേ കൺസിസ്റ്റൻസി നോക്കുമ്പോൾ കൃത്യമായിട്ടും അദ്ദേഹം ഈ കൺസിസ്റ്റൻറ്റ് ലെവലിൽ അദ്ദേഹം പെർഫോം ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാത്തൊരു കാര്യം. കാരണം കഴിഞ്ഞ 3-4 സീസണുകളിലായി ഏറ്റവും കൺസിസ്റ്റൻ്റായി ബാറ്റ് ചെയ്യുന്ന IPL-ലെ ഓപ്പണേഴ്സിൽ ഒരാളാണ് ഇദ്ദേഹം. കഴിഞ്ഞ 3 വർഷവും അദ്ദേഹത്തിന് ഓരോ സീസണിലും ഓരോ സെഞ്ചുറി ഉണ്ട്. 3ാമത്തെ സെഞ്ചുറി ആയിരുന്നു കഴിഞ്ഞ ദിവസം പിറന്നത്. 47 ഇന്നിങ്സുകളിൽ 13 അർദ്ധശതകം പ്ലസ് 3 സെഞ്ചുറി എന്ന് പറയുമ്പോൾ 16 ഇന്നിങ്സുകൾ അദ്ദേഹം 50+ സ്കോർ നേടിയിട്ടുണ്ട്. അപ്പം അത്രയും കൺസിസ്റ്റൻ്റായി ഓരോ സീസണിലും അദ്ദേഹം കളിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 സീസണിലും 500-ലധികം റൺസ്, കഴിഞ്ഞ പ്രാവശ്യത്തെ 700+ ഓറഞ്ച് ക്യാപ്പ് ഹോൾഡർ ആയിരുന്നു. ഈ 2023 സീസണിലും അദ്ദേഹത്തിന് വേണമെങ്കിൽ സെഞ്ചുറി അടിക്കാമായിരുന്നു. 4 റൺസ് അകലെ വെച്ചൊരു സെഞ്ചുറി നഷ്ടപ്പെടുന്നുണ്ട്. അതായത് അന്നത്തെ ഫൈനലിൽ മഹേന്ദ്ര സിംഗ് ധോണിയുടെ CSK കപ്പടിച്ചപ്പോൾ ഫൈനലിൽ ഉണ്ടായിരുന്നത് GT ആയിരുന്നു. അന്ന് ഇദ്ദേഹം 96 റൺസ്, 47 പന്തിൽ 96 റൺസ് നേടിയിരുന്നു. അതൊരു നല്ല സ്കോറാണ്. 47 അത് ഏതാണ്ട് ഇരട്ടി എന്ന് പറയുമ്പോൾ എക്സാക്ട്ലി നല്ലൊരു സ്കോറാണ്. അപ്പം അന്നും സെഞ്ചുറി അടിച്ചിരുന്നെങ്കിൽ കഴിഞ്ഞ 4 സീസണിലും സെഞ്ചുറി അടിക്കുന്ന താരമായി അദ്ദേഹം മാറുമായിരുന്നു. അപ്പം കൃത്യമായിട്ടും കഴിഞ്ഞ 3 സീസണുകളിലും ഈ GTയുടെ ഗുജറാത്തിൻ്റെ വിജയ കുതിപ്പുകൾക്ക് ചുക്കാൻ വായിച്ചത് തീർച്ചയായിട്ടും ഇദ്ദേഹം കൂടിയാണ്, സായ് സുദർശൻ കൂടിയാണ്, ശുഭ്മാൻ ഗിൽ കൂടിയാണ്. അപ്പോൾ സുദർശൻ്റെ സെഞ്ചുറി മികച്ചൊരു സെഞ്ചുറി ആയിരുന്നു. പക്ഷേ ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റിനെ വിമർശിക്കുന്നവരുണ്ട്. ചിന്നസ്വാമിയിൽ ഈ ഒരു സ്ട്രൈക്ക് റേറ്റ് മതിയോ എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. പക്ഷേ അദ്ദേഹം പിന്നെ കൃത്യമായിട്ടും അദ്ദേഹത്തിൻ്റെ ഈ എന്താ പറയുക,
ഈ ഏതാണ്ട് 200 സ്ട്രൈക്ക് റേറ്റിനടുത്ത് തന്നെ കഴിഞ്ഞ ദിവസം അദ്ദേഹം റൺസ് നേടി എന്നുള്ളതും സെഞ്ചുറി അടിച്ചുകൊണ്ട് ടീമിൻ്റെ നെടുന്തൂണായി മാറി എന്നുള്ളതും തീർച്ചയായും അഭിനന്ദിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. സായ് സുദർശൻ മികച്ച രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഇന്നിങ്സിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് അദ്ദേഹം കൃണാൽ പാണ്ഡ്യയെ കൈകാര്യം ചെയ്ത വിധമാണ്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം കൃണാൽ പാണ്ഡ്യ ഈ IPL ഒരു എക്സെപ്ഷണൽ ബോളറായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഏറ്റവും കൂടുതൽ ബൗൺസറുകൾ എറിഞ്ഞ ഒരു യോർക്കറുകളും ബൗൺസറുകളൊക്കെ എറിഞ്ഞ അത് ഈ സ്പിൻ പേസറായിട്ട് മാറുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തെ കൈകാര്യം ചെയ്ത വിധം വളരെ മനോഹരമായി. കാരണം കൃണാൽ പാണ്ഡ്യ നമുക്കറിയാം ഒരു സിക്സോ ഒരു ബൗണ്ടറിയോ നേടുകയാണെങ്കിൽ അടുത്ത പന്ത് അദ്ദേഹത്തിൻ്റെ 115-118 കിലോമീറ്റർ വേഗതയിലാണ്, ബൗൺസറാണ്. ഇന്നലെ അതേപോലെ ഒരു ബൗൺസർ സായ് സുദർശനെതിരെ എറിഞ്ഞപ്പോൾ ഇദ്ദേഹം അത് സിക്സർ അടിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ബൗൺസർ അദ്ദേഹം ഓൾറെഡി അത് ജഡ്ജ് എന്താ പറയുക പ്ലാൻ ചെയ്ത് വന്നിരിക്കുകയാണ് എന്നുള്ളത്. കൃണാൽ പാണ്ഡ്യയ്ക്ക് പിന്നെയും അടി കിട്ടുന്നുണ്ട്. ജേസൺ ഹോൾഡറും ഇതുപോലെ സിക്സറുകൾ പിന്നെ വാരിക്കൂട്ടുന്നുണ്ട്. അപ്പോൾ കൃണാൽ പാണ്ഡ്യ നമുക്കറിയാം സാധാരണ ഒരു ബാറ്റ്സ്മാൻ സ്പിന്നർ വരുമ്പം കുറച്ചുകൂടി റിലാക്സ്ഡ് ആയി ഹെൽമെറ്റൊക്കെ മാറ്റി വെച്ച് തൊപ്പിയൊക്കെ ഇട്ട് നിൽക്കുന്നൊരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷേ കൃണാൽ പാണ്ഡ്യ ഇനി എൻ്റെ ബോളിൽ അത് പറ്റില്ല എന്ന തരത്തിൽ അങ്ങനെ ഒരു ബെഞ്ച് മാർക്ക് ഇവിടെ കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഈ നമ്മുടെ ശുഭ്മാൻ ഗില്ലും ഇടയ്ക്ക് തൊപ്പി പിന്നെ ക്യാപ്പൊക്കെ മാറ്റിയിട്ട് ബാറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സുയാഷ് ശർമ്മയുടെ പന്തുകളിൽ. പക്ഷേ അദ്ദേഹം ഒരിക്കലും ഈ കൃണാൽ പാണ്ഡ്യയുടെ പന്തുകളിൽ അങ്ങനെ ബാറ്റ് ചെയ്യില്ല. പക്ഷെ കൃണാൽ പാണ്ഡ്യക്ക് ഇന്നലെ കൃണാൽ പാണ്ഡ്യയെ കൃത്യമായിട്ടും GT ബാറ്റർമാർ അദ്ദേഹത്തെ പഠിച്ചു തന്നെയാണ് എത്തിയിരുന്നത്. അദ്ദേഹത്തിനെതിരെ മികച്ച രീതിയിൽ തന്നെ ബാറ്റ് ചെയ്തു. 50 റൺസ് അദ്ദേഹം ഈ മത്സരത്തിൽ വിട്ടുകൊടുക്കുകയും ചെയ്തു. പിന്നെ ചേസിങ്ങിൽ കൃത്യമായിട്ടും വിരാട് കോഹ്ലിയും ദേവ്ദത്ത് പടിക്കലിനെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ദേവ്ദത്ത് പടിക്കൽ നമുക്കറിയാം ആദ്യത്തെ അദ്ദേഹം വന്ന സീസണിൽ 122 അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ്. പിന്നത്തെ സീസണിൽ 113 അതിനുശേഷമുള്ള സീസണിൽ 71. ആദ്യത്തെ 3 സീസണുകളിൽ അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് ഏതാണ്ട് ഇത്രയും ലോ ആയിട്ട് കടന്നു പോകുന്ന അദ്ദേഹം ഈ ഒരു സീസണിലേക്ക് എത്തിയപ്പോൾ ഒരു ബീസ്റ്റ് മൂഡിലേക്ക് മാറുന്നു. അദ്ദേഹം ഒരുപക്ഷെ വിരാട് കോഹ്ലിയേക്കാൾ അഗ്രസീവായിട്ട് അദ്ദേഹം കളിക്കുന്നു. വളരെ പിന്നെ എന്താ പറയുക സ്ട്രൈക്ക് റേറ്റിൻ്റെ കാര്യമൊക്കെ നോക്കുമ്പോൾ അദ്ദേഹം പിന്നെ ഈ ആക്രമിക്കുക എന്നുള്ള ശൈലിയിൽ തന്നെയാണ് കളിക്കുന്നത്. അതായത് അവരുടെ റൺ റേറ്റ് ഏറ്റവും മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ചേസിങ് ഈസി ആക്കാനും ദേവ്ദത്ത് പടിക്കൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ദേവ്ദത്ത് പടിക്കലെയും എടുത്തു പറയേണ്ടിയിരിക്കുന്നു. മൊത്തത്തിൽ നോക്കുമ്പോൾ ബാംഗ്ലൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഈസി വിൻ തന്നെയായിരുന്നു ഇത്. ചേട്ടൻ ബാംഗ്ലൂർ വീണ്ടും 2ാം സ്ഥാനത്തേക്ക് കയറി പ്ലേ ഓഫ് സ്പോട്ട് ഏറെക്കുറെയൊക്കെ ഞങ്ങൾ ഉണ്ടാകുമെന്നുള്ളൊരു രീതിയിൽ തന്നെയാണ് ബാംഗ്ലൂരിൻ്റെ ഒരു പ്രഖ്യാപനം എന്ന് പറയുന്നത് അല്ലേ? തീർച്ചയായും എനിക്ക് തോന്നുന്നു ഈ ടൂർണമെൻറ്റിൽ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും ഒരേപോലെ മനോഹരമായി വർക്ക് ചെയ്യുന്ന ഒരാളല്ലെങ്കിൽ മറ്റൊരാൾ ടീമിന് വേണ്ടി ഡെലിവർ ചെയ്യുന്ന ഒരു ടീമാണ് യഥാർത്ഥത്തിൽ RCB എന്ന് പറയേണ്ടി വരും. ഇപ്പോൾ കൃണാൽ പാണ്ഡ്യ ഇന്നലെ 50 അടിക്കുന്നുണ്ട് റൺസ് കൊടുക്കുന്നതിൽ. പക്ഷെ അതേസമയം കൃണാൽ പാണ്ഡ്യ ബാറ്റിങ്ങിൽ ഇതുപോലെ ഡെലിവർ ചെയ്യും എന്ന് നമ്മൾ കരുതിയിട്ടുണ്ടാവില്ല. കാരണം അവിടെ സാധാരണയായി കളിച്ചുകൊണ്ടിരുന്ന രജത് പട്ടീദാർ അവിടെ വീണ് പോയിട്ടുണ്ട്. പിന്നെ ടിം ഡേവിഡിന് നേരെ കളിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയുണ്ട്. എന്നിട്ട് ടിം ഡേവിഡ് പോലും അല്ല അവിടെ ഫിനിഷ് ചെയ്യുന്നത്, നേരെ കൃണാൽ പാണ്ഡ്യയ്ക്ക് ഫിനിഷ് ചെയ്യേണ്ടി വരുന്നത്. ഇതിൽ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഗുജറാത്തിൻ്റെ ക്രൈസുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പിന്നെ ഈ സീസണിൽ അവരുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് നമ്മൾ പ്രധാനമായും പറഞ്ഞിരുന്ന അവരുടെ ബോളർമാരാണ്, ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇന്നലത്തെ മത്സരത്തിൽ കഗീശ്വർ റബാഡയും റാഷിദ് ഖാനും 40 റൺസിന് മുകളിൽ വിട്ടുകൊടുക്കുന്നുണ്ട്. ഭുവനേശ്വർ കുമാറിൻ്റെ പേരെല്ലാവരും പറയുന്നുണ്ട്. പിന്നെ ഭുവി കുറേ കാലമായി നല്ല എക്കോണമിയിൽ പന്തെറിഞ്ഞുകൊണ്ടിരിക്കുന്ന ബോളറാണല്ലോ. അതേസമയം ചെണ്ട എന്ന് നമ്മൾ ഒരു കാലം വരെ വിളിച്ചുകൊണ്ടിരുന്ന മുഹമ്മദ് സിറാജ് ഇന്നലത്തെ മത്സരത്തിൽ ആകെ 25 റൺസാണ് വിട്ടുകൊടുത്തത് എന്ന് ആലോചിക്കണം. എന്ന് പറഞ്ഞാൽ ഓൾവേസ് ഈ സീസണിൽ മൊത്തത്തിൽ അവരുടെ ഗുജറാത്തിൻ്റെ സ്ട്രെങ്ത്തുകളിലൊന്ന് അവരുടെ ബോളർമാരാണ്. കഗീശ്വർ റബാഡയും സിറാജും ചേർന്ന് പവർ പ്ലേയിൽ എതിരാളികൾ വരിഞ്ഞു മുറുക്കുന്നത് നമ്മൾ കഴിഞ്ഞ മുംബൈക്കെതിരെ മുംബൈയോട് അവർ തോറ്റ മത്സരത്തിൽ പോലും നമ്മളത് കണ്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സിറാജ് ആദ്യത്തെ 3 ഓവറിൽ ആകെ 15 റൺസാണ് വിട്ടു നൽകിയത്. അതേസമയം അപ്പുറത്ത് 3 ഓവറിൽ കഗീശ്വർ റബാഡ 3 വിക്കറ്റ് എടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്നലത്തെ മത്സരത്തിലേക്ക് വരുന്ന സമയത്ത് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബോളർമാരൊക്കെ നന്നായി തല്ലുവാകുന്നത് കണ്ടു. റാഷിദ് ഖാനെ പിന്നെ വിരാട് കോഹ്ലി അടക്കം രജത് പട്ടീദാർ പിന്നെ ദേവദത്ത് പടിക്കൽ അടക്കമുള്ള ആളുകൾ നന്നായി ഹിറ്റ് ചെയ്യുന്നത് കണ്ടു. ദേവദത്ത് പടിക്കലിൻ്റെ കാര്യം നേരത്തെ MSK പറഞ്ഞത് എടുത്ത് പറഞ്ഞേ മതിയാവും. ശരിക്കും വിരാട് കോഹ്ലിയുടെ ഇന്നിങ്സിനോളം തന്നെ പ്രസക്തിയുണ്ട്. വിരാട് കോഹ്ലി 50 അതിനേക്കാൾ കൂടുതൽ വിരാട് കോഹ്ലി 50 തികക്കുന്നതിന് മുമ്പേ ദേവദത്ത് പടിക്കൽ അതിനുശേഷം വന്ന് 21 പന്തിലാണ് അദ്ദേഹം 50 നേടിയത്. 30 പന്തുകൾ എടുത്തു. അതെ. അപ്പോൾ ഓപ്പണിങ്ങിൽ ഇന്നലെ ബേത്തലിനെ കൊണ്ടുവന്നൊരു ദിവസമായിരുന്നു. സാൾട്ടിന് പരിക്കേറ്റ ദിവസമാണ്. അപ്പോൾ ബേത്തലിനെ എവിടെ ഇറക്കും എന്നുള്ളത് ഈ സീസണിൽ അവരുടെ ഏറ്റവും വലിയ പിന്നെ ചോദ്യങ്ങളിലൊന്നായിരുന്നു. ആരാധകർ ചോദിച്ചിരുന്നായിരുന്നു. കാരണം അവരുടെ പ്രതിഭാധാരാളിത്തമാണല്ലോ അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. ബേത്തലിന് അവർ
പിന്നെ ഫസ്റ്റ് സ്ലോട്ടിലേക്ക് കൊണ്ടുവരുന്നു, ഓപ്പണിംഗ് സ്ലോട്ടിലേക്ക് കൊണ്ടുവരുന്നു. ഈ സമയത്ത് പിന്നെ ബേത്തലിന് അങ്ങനെ വല്ലാതെ ഇത് ചെയ്യാൻ പറ്റുന്നില്ല. വിരാട് കോഹ്ലി ആണെങ്കിൽ രണ്ടാമത്തെ പന്തിൽ തന്നെ വാശി വിട്ട് കളയുന്നു. ശരിക്കും ഗുജറാത്തിന്റെ കയ്യിൽ ഈ മത്സരം ഉണ്ടായിരുന്ന ഒരു ഘട്ടത്തിൽ വിരാട് കോഹ്ലിയും ബേത്തലിനെയും പവർ പ്ലേയിൽ അവർക്ക് പുറത്താക്കാൻ കഴിയാന്ന് പറഞ്ഞാൽ പിന്നെ എതിർ ടീമിന് ഒരു സ്ട്രഗിൾ ഇട്ട് കൊടുക്കുകയാണല്ലോ. വിരാട് കോഹ്ലി 0 നിൽക്കുമ്പോഴാണ് അങ്ങനെ ഒരു അവസരം. അതെ, പിന്നെ വിരാട് കോഹ്ലി കണ്ട് സ്ട്രൈക്ക് വരുന്നതാണ് കണ്ടത്. ദേവദത്ത് പടിക്കലിനെ സംബന്ധിച്ച് വരുന്ന സമയത്ത് ഈ സീസണിൽ അദ്ദേഹത്തിന്റെ ആദ്യത്തെ 10 ബോളിൽ അദ്ദേഹത്തിന്റെ സ്ട്രൈക്ക് റേറ്റ് 171 എന്നാണ്. കഴിഞ്ഞ സീസണിൽ അത് 130, അതിന് മുമ്പത്തെ സീസണിൽ അത് 70. ആദ്യത്തെ 10 പന്ത് നേരിടുന്ന പിന്നെ ദേവദത്ത് പടിക്കൽ മുൻ സീസണുകളിൽ ദേവദത്ത് പടിക്കലിനെ അല്ല നമ്മൾ കാണുന്നത്. 2024 ശേഷം അദ്ദേഹത്തിൻ്റെ ഒരു ട്രാൻസിഷൻ നമ്മൾ കാണുന്നുണ്ട്. 2024 ഒരു IPL 130 മറ്റോ ആണ് അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് എങ്കിൽ അവിടെ നിന്ന് 2020 കുറവായിരുന്നെങ്കിൽ 2024 മുതൽ ഇവിടെ വരെയുള്ള കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 160 മുകളിലാണ്. ഈ സീസണിൻ്റെ മാത്രം കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 180. അദ്ദേഹം 200 റൺസ് കടന്നിരിക്കുന്നു. കഴിഞ്ഞ സീസണിൽ മൊത്തം അദ്ദേഹത്തിൻ്റെ സ്കോർ 237 242 മറ്റോ ആണ്. ഈ സീസണിൽ അദ്ദേഹം 7 ഇന്നിങ്സ് അടക്കുമ്പോഴേക്കും 200 കടന്നിരിക്കുന്നു. കഴിഞ്ഞ സീസണിൽ ആകെ അദ്ദേഹം 13 സിക്സറുകളാണ് അടിച്ചിട്ടുള്ളത്. ഈ സീസണിൽ 7 മത്സരം കഴിയുമ്പോഴേക്കും അദ്ദേഹം 14 സിക്സർ അടിച്ച് കഴിഞ്ഞിരിക്കുന്ന ഒന്നാണ്. ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് വരെ ദേവദത്ത് പടിക്കലിനെ കുറിച്ചിട്ടുള്ള അത്ഭുതപ്പെടുത്തുന്ന പല കണക്കുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ T20 കരിയറിൽ ആദ്യത്തെ 3 ബോളുകളിൽ സിക്സർ അടിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് വരെ. ഈ സീസൺ തുടങ്ങിയതിനു ശേഷം 2 തവണ അദ്ദേഹം ഇന്നലത്തെ മത്സരത്തിലും കഗീസോ റബാഡെ സിക്സ് അടിച്ചിട്ടാണ് ദേവദത്ത് പടിക്കൽ തുടങ്ങിയത്. ഇതിനു മുമ്പത്തെ ഒരു മത്സരത്തിലും ഇതുപോലെ തന്നെ ആദ്യത്തെ 3 പന്തുകളിൽ അദ്ദേഹം സിക്സ് അടിക്കുന്നതാണ്. സോ ഒരു കളിക്കാരൻ്റെ മാറ്റം എത്ര വേഗതയിലാണ് സംഭവിക്കുന്നത്, അദ്ദേഹം എങ്ങനെയാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്, അദ്ദേഹത്തെ ടീമും മാനേജ്മെൻറ്റും എങ്ങനെയാണ് പിന്നെ പിന്താങ്ങിക്കൊണ്ടുവരുന്നത്. വിരാട് കോഹ്ലി അടക്കം പലതവണ ഈ സീസണിൽ ദേവദത്ത് പടിക്കലിൻ്റെ ട്രാൻസിഷനെ കുറിച്ച് മാറ്റത്തെക്കുറിച്ച് പറയുന്നുണ്ടെന്നുള്ളത്. അതേസമയം തന്നെ സായ് സുദർശൻ്റെ കാര്യം വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സ്ട്രൈക്ക് റേറ്റ് പിന്നെ ഒരുപാട് കാലമായിട്ട് ചോദ്യം തന്നെയാണല്ലോ. ഇന്നലത്തെ മത്സരത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ശുഭ്മാൻ ഗില്ല് ഒരു 5 ഓവർ വരെയുള്ള അവരുടെ കണക്കെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ശുഭ്മാൻ ഗില്ല് ആകെ 3 ബോളാണ് ഫേസ് ചെയ്തിട്ടുള്ളത്. 5ാമത്തെ ഓവർ അവസാനിക്കുന്ന സമയത്ത് ശുഭ്മാൻ ഗില്ല് അതുവരെ ഫേസ് ചെയ്തിട്ടുള്ള 3 ബോളാണ്. അതേ സമയത്ത് ഈ സായ് സുദർശൻ റണ്ണേ ബോൾ എന്ന അവസ്ഥയിലായിരുന്നു. 16 ബോളിൽ 17 ആദ്യത്തെ 16 ബോളിൽ പിന്നെ അങ്ങ് ഷിഫ്റ്റ് ചെയ്യായിരുന്നു അദ്ദേഹം. ആദ്യത്തെ 16 ബോളിൽ 17 റൺസ് ആയിരുന്നു. പിന്നെ അദ്ദേഹം അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതാണ് കണ്ടത്. പിന്നെ 7 ഓവറാകുമ്പോഴത്തേക്ക് അവർക്ക് 70 എത്തിയിട്ടുണ്ട്. അതായത് ശുഭ്മാൻ ഗിൽ 56 റൺസ് ആയിരുന്നു. അതെ, പിന്നെ അദ്ദേഹം ഷിഫ്റ്റ് ചെയ്യുന്നൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ ഈ ശുഭ്മാൻ ഗില്ലും ഇവരൊക്കെ വീണുപോയി കഴിഞ്ഞാൽ അവരുടെ മിഡിൽ ഓർഡറിനെ അങ്ങനെ ഡെലിവർ ചെയ്യാൻ കഴിയുന്നുണ്ടോ ഇല്ലേ എന്നൊരു ചോദ്യം. ഇന്നലെ ഹോൾഡർ നന്നായി പിന്നെ കളിക്കുന്നുണ്ട് അവസാനം. പക്ഷെ അതേസമയം തന്നെ 16 മുതൽ ഒരു 19 വരെയുള്ള 3 ഓവറിൽ ഭുവനേശ്വർ കുമാറും പിന്നെ ഹേസൽവുഡും ചേർന്നിട്ട് ആകെ 17 റൺസാണ് ആ 3 ഓവറിൽ. ഡെത്ത് ഓവറുകളിൽ ആകെ ഒരു 3 ഓവറിൽ 20ാമത്തെ ഓവറിലാണ് പിന്നെ കൃണാൽ പാണ്ഡ്യ ഹോൾഡർ അടിക്കുന്നുണ്ട്. അതിനു മുമ്പുള്ള 3 ഓവറിൽ ശരിക്കും നന്നായിട്ട് പിന്നെ ബോളർമാരെ വരിഞ്ഞു മുറുക്കുന്നുണ്ട് ഭുവനേശ്വറും ഹേസൽവുഡും ചേർന്നത്. സോ പക്ഷേ RCBക്ക് ഓരോ കളിയിലും പുതിയ വിന്നർമാരുണ്ടാകുന്നു എന്നുള്ളതാണ് RCBയെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും വലിയ പ്ലസ് പോയിന്റ്. ഇപ്പോഴും അവരുടെ അവനാടിയിൽ ഒരുപാട് ആയുധങ്ങളുണ്ട്. അവരുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് നന്നായി പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നു. ഗുജറാത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പല ഡിപ്പാർട്ട്മെൻറ്റുകളും പിന്നെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച് വലിയ പ്രതീക്ഷയോടെ നമ്മൾ പറയുന്ന സമയത്തും അവർക്കൊരു സന്തുലിതമായൊരു ഇന്നിങ്സ് കെട്ടിപ്പടുക്കാൻ കഴിയുന്നു എന്നല്ലാതെ ഒരു 10-250 പോകാനോ അതിന് മുകളിൽ സ്കോർ വെക്കാനോ, പ്രത്യേകിച്ച് മോഡേൺ T20 200 മാത്രം വലിയ സ്കോർ അല്ലാതെ മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഇത് മതിയോ എന്ന് ശുഭ്മാൻ ഗില്ലും സായ് സുദർശനും വീണ് പോയി കഴിഞ്ഞാൽ ടീം തീർന്നു എന്നുള്ളത് കൊണ്ടായിരിക്കാം ഇവർ തുടക്കം മുതൽ തന്നെ ഒരു 100 റൺസിൻ്റെ പാർട്ട്ണർഷിപ്പ് ഒക്കെ ഉണ്ടാകുന്നത്. പക്ഷേ ആഫ്റ്റർ ദാറ്റ് അതിനുശേഷം വരുന്ന ബാറ്റർമാർക്ക് ഡെലിവറി ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ്. ബോളർമാരെ മാത്രം പ്രതീക്ഷിച്ച് വിശ്വസിച്ച് ഇരിക്കാൻ ഇനി എത്ര കാലം കഴിയും എന്നുള്ള ചോദ്യം ഗുജറാത്ത് സ്വയം ചോദിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. റൈറ്റ്. അപ്പോൾ അതിൽ തന്നെ ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം അവരൊരു 20 റൺസ് ഷോട്ട് തന്നെയായിരുന്നു. കാരണം RCBക്കെതിരെ ചിന്നസ്വാമിയിൽ ഒരു 204 ഒരിക്കലും ഒരു വലിയ സ്കോറല്ല, പ്രത്യേകിച്ച് ഇത്രയും റെഡ് ഹോട്ട് ഫോമിൽ നിൽക്കുന്ന RCB ബാറ്റർമാർ. അപ്പോൾ അവർ തുടക്കത്തിൽ തന്നെ അവർക്കത് പിഴച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്നിരുന്നാൽ പോലും ഗുജറാത്തിൽ കാണാൻ വന്ന ചില മാറ്റങ്ങൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ചില നിർണായകമായ ചേഞ്ചസുകൾ വരുത്തി എന്നുള്ളത്. ഗ്ലെൻ ഫിലിപ്സിന് പകരം അവർ കൊണ്ടുവന്നത് മികച്ചൊരു നീക്കം തന്നെയായിരുന്നു. അപ്പോൾ അതിൽ ഗ്ലെൻ ഫിലിപ്സ് നമുക്കറിയാം വലിയ രീതിയിൽ ആഘോഷിക്കുന്ന പ്ലെയറാണ്, അദ്ദേഹത്തിൻ്റെ ഫീൽഡിംഗ് കൊണ്ട്. പക്ഷേ ബാറ്റിങ്ങിലോ ബൗളിങ്ങിലൊന്നും അദ്ദേഹത്തിന് ഒരു കാര്യമായ ഒരു സംഭാവന അദ്ദേഹത്തിന് നൽകാൻ കഴിയാറില്ല ഗുജറാത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചേഞ്ചസ് നല്ലൊരു മാറ്റം തന്നെയായിരുന്നു. ഒപ്പം തന്നെ അവരുടെ ബൗളിങ്ങിലേക്ക് വരുമ്പോൾ നേരത്തെ നിങ്ങൾ രണ്ടുപേരും സൂചിപ്പിച്ച പോലെ തന്നെ വിരാട് കോഹ്ലിയെ കൈവിട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തീർച്ചയായിട്ടും അതൊരു മത്സരം കൈവിട്ടു എന്നുള്ളതിന്, അതും 0 വിരാടിനെ കൊടുക്കാൻ പറ്റിയൊരു സാഹചര്യത്തിലായിരുന്നു. പിന്നീടായിരുന്നു അധികം പ്രത്യേകിച്ച് ബേത്തലിന് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു വസ്തുത അവിടെ ഉണ്ടായിരുന്നെങ്കിൽ പോലും ദേവദത്ത് പടിക്കലും വിരാടും ചേർന്നുള്ളൊരു പാർട്ണർഷിപ്പ്, സെഞ്ചുറി പാർട്ണർഷിപ്പ് വിരാട് മത്സരശേഷം പറഞ്ഞത് തന്നെയായിരുന്നു. അത് തന്നെയായിരുന്നു ആ ഒരു ഗിയർ ഷിഫ്റ്റിംഗ് മത്സരത്തിൽ ഏറ്റവും നിർണായകമായതും ആ ഒരു കൂട്ടുകെട്ട് അത് തന്നെയായിരുന്നു.
എന്നാൽ പോലും കൃണാൽ പാണ്ഡ്യ ബാറ്റിങ്ങിൽ നേരത്തെ ആര് സൂചിപ്പിച്ച പോലെ തന്നെ RCB സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പോസിറ്റീവ് എന്ന് പറയുന്നത് ഒരാളല്ലെങ്കിൽ ഒരാൾ തീർച്ചയായിട്ടും ഉണ്ട് എന്നുള്ളതാണ്. ഇടക്കാലം വരെ പ്രത്യേകിച്ച് ചിന്നസ്വാമിയിലാണെങ്കിൽ പോലും കഴിഞ്ഞൊരു 2 വർഷത്തെ കണക്കെടുക്കുമ്പോൾ വലിയ രീതിയിൽ ക്രൗഡ് വരുന്നുണ്ട്, വലിയ രീതിയിൽ സപ്പോർട്ട് കിട്ടുന്നുണ്ടെങ്കിൽ പോലും അത്ര കണ്ട് ഇപ്പോൾ ചെന്നൈക്ക് ചെപ്പോക്ക് എന്ന് പറയുന്ന പോലെ തന്നെ അത്ര കണ്ട് വിജയ ശതമാനം നല്ലതായിരുന്നില്ല ചിന്നസ്വാമിയിൽ. എപ്പോഴും വളരെ മോശം റിസൾട്ടുകളായിരുന്നു കഴിഞ്ഞ 2 വർഷം വരെ വന്നുകൊണ്ടിരുന്നത്. പക്ഷേ കഴിഞ്ഞ സീസണിലേക്കും ഈ സീസണിലേക്കും നോക്കുമ്പോൾ ഗംഭീരമായി. ഇപ്പോൾ ചിന്നസ്വാമിയിൽ ഈ സീസണിലെ ബാംഗ്ലൂരിൻ്റെ മത്സരങ്ങളെല്ലാം കഴിഞ്ഞു. 5 മത്സരങ്ങളാണ് അവർക്ക് ചിന്നസ്വാമിയിൽ ഉണ്ടായിരുന്നത്. അതിൽ 4ലും ജയിച്ചു, ഒരു മത്സരം മാത്രമാണ് തോറ്റത്. ഇനി RCB കളിക്കാൻ പോകുന്നത് അവർ ഹോം ഗ്രൗണ്ടായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് റായ്പൂരിലാണ് ഇനിയുള്ള 2 ഹോം ഗ്രൗണ്ട് അതെ മത്സരങ്ങൾ കളിക്കാൻ പോകുന്നത്. അത് കാരണം അവർക്ക് തുടക്കത്തിലൊരു ബുദ്ധിമുട്ടുണ്ട്. കഴിഞ്ഞ സീസണിലെ ഒരു ദുരന്തത്തിനെ തുടർന്ന് മത്സരങ്ങൾ ഇവിടെ NOC കിട്ടുമോ എന്നുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള സ്ഥിതിക്ക് റായ്പൂർ ഓൾറെഡി അവർ വേദിയായി പ്രഖ്യാപിച്ചിരുന്നു. അങ്ങനെയാണ് 2 വേദിയാക്കി അവർ വെക്കുന്നത്. അപ്പോൾ എന്തായാലും RCB സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഒരു വിജയത്തോടു കൂടി തന്നെ 2ാം സ്ഥാനത്തേക്ക് കയറുന്നു. പ്ലേ ഓഫ് സ്പോട്ടിലേക്ക് തീർച്ചയായിട്ടും ഉണ്ടാകുമെന്നുള്ളൊരു ഉറപ്പ് അവർ നൽകുന്നു. പഞ്ചാബ് മാത്രമാണ് തൊട്ട് മുന്നിലുള്ളത്. റൺ റേറ്റ് നോക്കുകയാണെങ്കിലും മികച്ച രീതിയിൽ തന്നെയാണുള്ളത്. ഒരു പ്ലെയർ അല്ലെങ്കിൽ മറ്റൊരു പ്ലെയർ തീർച്ചയായിട്ടും ഇറക്കാനുള്ള സാഹചര്യം അവിടെയുണ്ട്. ബാറ്റിങ്ങിലായാലും ബൗളിങ്ങിലായാലും ഫീൽഡിങ്ങിലായാലും സന്തുലിതമാണ്. ചെറിയൊരു ആശങ്കയുള്ളത് തുടക്കത്തിൽ അതിഗംഭീരമായി പോയിരുന്ന ക്യാപ്റ്റൻ രജത് പട്ടിദാർ കഴിഞ്ഞ 2 മത്സരമായിട്ട് നിരാശപ്പെടുത്തുന്നൊരു പ്രകടനമുണ്ട് എന്നുള്ളത് വെച്ച്. പക്ഷേ അപ്പോൾ പോലും ഇപ്പോൾ ഇന്നലത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ പോലും ജിതേഷും രജതും പെട്ടെന്ന് പോകുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അത് ഈ ആ ഒരു ഹീറോയിക്കായിട്ട് കളി ജയിപ്പിക്കാൻ അവസരം ഉണ്ടായിരുന്നു, അത് കളഞ്ഞു. അതിൽ റണ്ണബിൾ സിറ്റുവേഷൻ ഉണ്ടായിരുന്നല്ലോ. 5 ഓവറിൽ 35 റൺസ് മതിയായിരുന്നു, അത്രയും വിക്കറ്റുകൾ ബാക്കിയുണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ പോലും ഹിറ്റിങ്ങിന് ശ്രമിച്ചു. ശരിക്കും അവിടെ റൺ റേറ്റിൻ്റെ ഭയക്കേണ്ട സാഹചര്യമില്ല. നിലവിലിപ്പോൾ ഭേദപ്പെട്ട നിലയിലാണ് RCB ഉള്ളത്. പഞ്ചാബ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ റൺ റേറ്റ് ഉള്ളത് RCBക്കാണ്. അപ്പോൾ ആ സാഹചര്യത്തിൽ ഗ്ലോറി ഷോട്ടിനൊന്നും മുതിരാതെ വളരെ ഈസി ആയിട്ട് ജയിപ്പിക്കാവുന്ന മത്സരം തന്നെയായിരുന്നു. പക്ഷേ 2 വിക്കറ്റുകൾ പെട്ടെന്ന് പോകുന്നു. എന്നാൽ പോലും ടിം ഡേവിഡിനൊപ്പം കൃണാൽ പാണ്ഡ്യ ബൗളിങ്ങിൽ നിരാശപ്പെടുത്തിയെങ്കിലും ബാറ്റിങ്ങിൽ ഗംഭീരമായിട്ടൊരു ഇന്നിങ്സ് കാഴ്ചവെച്ചുകൊണ്ട് വളരെ നേരത്തെ തന്നെ അവർ എത്തുകയാണ്. റാസിക്കിന് ഇഞ്ചുറി പറ്റിയത് മാത്രമാണ് RCBക്ക് ചെറിയൊരു ഇതുള്ളത്. അതായത് ഇവൻ റാസിക്ക് നല്ല എക്കോണമി വന്നെറിഞ്ഞുകൊണ്ടിരുന്നത്, എന്നിട്ട് റാസിക്കിന് ശാരീരിക അസ്വസ്ഥ ഉണ്ടായിട്ട് കയറിപ്പോയത് കൊണ്ട് മാത്രമാണ് കൃണാൽ പാണ്ഡ്യക്ക് അവസാനം ഓവർ കൊടുക്കേണ്ടി വന്നത്. അതുകൊണ്ടാണ് അവർക്ക് ഹിറ്റ് ചെയ്യേണ്ടത്. 200 കടക്കിലായിരുന്നു. ഷെഫേർഡിനെ എറിയണോ എന്നുള്ളൊരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ഷെഫേർഡ് മോശമായതുകൊണ്ട് മാത്രമാണ് ഇന്നലെ കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല ഇദ്ദേഹത്തിന്റെ കയ്യിൽ വേരിയേഷൻസ് ഒരുപാടുണ്ട്. കൃണാൽ പാണ്ഡ്യ സ്പിന്നറേയും ഫാസ്റ്റ് ബോളറേയും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് പാണ്ഡ്യ കൊടുത്തത്. പക്ഷേ ആ ഓവറിൽ 18 റൺസാണ് വഴങ്ങിയത്. ആ 18 റൺസ് തന്നെയാണ് 200+ സ്കോറിലേക്ക് എത്തിയത്. പക്ഷേ അതൊന്നും മതിയായിരുന്നില്ല. പ്രത്യേകിച്ച് ഗുജറാത്തിലെ ഗില്ലിൻ്റെ ഒരു പെർഫോമൻസ് ഒക്കെ, അദ്ദേഹം 24 ബോളിലാണ് 32 റൺസ് എടുത്തത്. അത് കുറച്ചുകൂടിയൊക്കെ നല്ലൊരു ഹിറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു 20 റൺസെങ്കിലും ഷോട്ട് ഉണ്ടായിരുന്നു ഗുജറാത്തിന്. അത് തന്നെയായിരുന്നു മത്സരത്തിൽ നിർണായകമായത്. തീർച്ചയായിട്ടും ആ 20 റൺസ് തന്നെയാണ് പ്രധാനമായിട്ട് ഈ ഒരു ഇതിൻ്റെ വ്യത്യാസമായിട്ട് മാറിയത്. പക്ഷേ കൃത്യമായിട്ടും ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ 2 വിക്കറ്റുകൾ പോയപ്പം ഇവർ തിരിച്ചു വരാൻ വേണ്ടി ശക്തമായി തന്നെ ശ്രമിച്ചിരുന്നു. കാരണം രജത് പട്ടിദാറിൻ്റെ ഔട്ടിന് നമുക്ക് അദ്ദേഹം ഫോം ഔട്ട് എന്ന് പറയാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ഫിയർലെസ് അപ്രോച്ച് ആ രീതിയിൽ അദ്ദേഹം ഔട്ടാണെങ്കിൽ തന്നെ പ്രശ്നമില്ല എന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ജിതേഷ്, വിരാട് കോഹ്ലി, ഈ നമ്മുടെ പട്ടിദാർ, ഈ 3 പേര് ഔട്ടായ സമയത്ത് അവർക്കൊരു 20 റൺസ് കൂടി അല്ലെങ്കിൽ 15 റൺസ് കൂടി കൂടുതലുണ്ടായിരുന്നു. തീർച്ചയായും ടീം വിജയത്തിലേക്ക് വരാനുള്ള എല്ലാ സാധ്യത ഉണ്ടായിരുന്നു. ഈ മത്സരത്തിലെ ഏറ്റവും മികച്ച ഓവർ നമ്മൾ ഹാരിസ് നേരത്തെ റബാദൊക്കെ അടികിട്ടി എന്ന് പറഞ്ഞു. പക്ഷേ റബാദയാണ് ഈ മത്സരത്തിലെ ഏറ്റവും മികച്ച ഓവർ എറിഞ്ഞത്. ടിം ഡേവിഡിനെതിരെയുള്ള 17ാമത്തെ ഓവർ. അതായത് ടിം ഡേവിഡിന് പിന്നെ ആ ഓവറിൽ ഒരു 6 അടിക്കുന്നുണ്ട്. ആ 6 അല്ല, അത് എഡ്ജ് ചെയ്തിട്ട് പോവുകയാണ്. അതായത് ഈ റബാഡ പേസൊക്കെ കൂട്ടി, പിന്നെ റബാഡ കണ്ടിട്ട് പോലും ഇല്ല. അതിനകത്ത് 2-3 പന്തുകൾ ജസ്റ്റ് മിസ്സായിട്ട് ഈ പുള്ളി സ്വിങ് ചെയ്യുന്നുണ്ട്, ബാറ്റ് കൊണ്ട് സ്വിങ് ചെയ്യുന്നുണ്ട്, ബോളങ്ങ് കടന്നു പോവാണ്. നമ്മുടെ 2015 വേൾഡ് കപ്പിൽ വഹാബ് റിയാസ്, 2015 വേൾഡ് കപ്പിലാണെന്ന് തോന്നുന്നു, വഹാബ് റിയാസ് ഷെയ്ൻ വാട്സന് എതിരെ എറിഞ്ഞൊരു ഓവറുണ്ട്. വാട്സൺ പിന്നെ അവിടെ നിൽക്കുകയാണ്. ഈ വാട്സനെ അങ്ങ് മുട്ടുകുത്തിച്ച് വാട്സൺ ഒന്നും ചെയ്യാൻ കഴിയാത്ത രൂപത്തിലുള്ള പന്തുകളായിരുന്നു വഹാബ് റിയാസ് എന്ന് എറിഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതേപോലെ ഈ ടിം ഡേവിഡ് എന്നുള്ള ഒരു ജയന്റിനെ വെച്ചുകൊണ്ട് അദ്ദേഹം കഴിഞ്ഞ മത്സരത്തിലൊക്കെ കൂറ്റൻ അടികൊണ്ട് പേര് കേട്ട ഏത് ബോളറെയും അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ടിം ഡേവിഡിനെ ആ ഒരു ഓവറിൽ 17ാമത്തെ ഓവറിൽ ഇദ്ദേഹം അങ്ങ് നിർത്തിപ്പൊരിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. പല പന്തുകളും പിന്നെ മിസ് ആൻഡ് സിംഗ് എന്നുള്ളത് വിക്കറ്റിന്റെ അടുത്തൂടെ പോകുന്നുണ്ട്. പക്ഷേ 6 ഭയങ്കരമായ ക്രൂഷ്യലായി. 6 വരുന്ന ഒരു ടോപ്പ് എഡ്ജിൽ തേർഡ് മാനിലേക്കാണ്. വേറൊരു ഇതായിരുന്നു, ആ പന്തിന്റെ പേസ് കൊണ്ട് മാത്രമാണ് അത് 6 ആയത്, അല്ലെങ്കിൽ അത് തേർഡ് മാനിൽ ക്യാച്ച് ആവേണ്ടതാണ്. അപ്പൊ അങ്ങനെയുള്ളൊരു ഓവർ എറിഞ്ഞുകൊണ്ട് തിരിച്ചു വരാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷേ
പിന്നെ കൃണാൽ പാണ്ഡ്യ സ്പിന്നേഴ്സിനെതിരെ അദ്ദേഹം മികച്ച രീതിയിൽ പെർഫോം ചെയ്തു. അതും സ്വീപ്പ് ഷോട്ടുകളാണ്. അത് സ്വീപ്പ് ഷോട്ടുകൾ ഭംഗിയായിട്ട് തന്നെ കൃണാൽ പാണ്ഡ്യ പിന്നെ ലെഗ് സൈഡിലേക്കുള്ള ഷോട്ടുകൾ നന്നായിട്ട് തന്നെ ചെയ്തു. അപ്പോൾ അതാണ് അവരുടെ ഒരു വിജയത്തിലേക്ക് പിന്നെ എത്തിച്ചത്, RCB വിജയത്തിലേക്ക് എത്തിച്ചത്. പിന്നെയുള്ളത് ഇന്നലെ തന്നെ ബാറ്റിങ്ങിൻ്റെ ഒരു പ്രശ്നമുണ്ട്. നമ്മളിപ്പം സായി സുദർശൻ, ശുഭ്മാൻ ഗിൽ, ജോസ് ബട്ട്ലർ ആദ്യത്തെ 3 പേരാണ്. അത് കഴിഞ്ഞിട്ട് ഇവർ സായി സുദർശൻ ഔട്ടാകുമ്പോൾ തന്നെ ഏതാണ്ട് 15 ഓവറിൻ്റെ അടുത്ത് എത്തിയിരുന്നു. പിന്നെ ഇവർ ഇറക്കുന്നത് വാഷിംഗ്ടൺ സുന്ദറിനെയല്ല, ജെയ്സൺ ഹോൾഡർ എന്നുള്ള താരത്തിനെയാണ്. പക്ഷേ ഇടയ്ക്ക് വാഷിംഗ്ടൺ സുന്ദറിനെ ഇറക്കിയ ആ സമയത്താണ് ഭുവനേശ്വർ കുമാർക്ക് മികച്ച രീതിയിൽ പന്തെറിഞ്ഞുകൊണ്ട് കളിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. അപ്പം അതൊരു ഇവരുടെ ബാറ്റിംഗ് ഓർഡറും വലിയൊരു വിഷയമായിട്ട് നിൽക്കുകയാണ് ഗുജറാത്തിനെ സംബന്ധിച്ചിടത്തോളം. അവരുടെ ബാറ്റിംഗ് ആരെ ഇറക്കുന്നു എന്നുള്ളതും വളരെ വലിയൊരു വിഷയമാണ്. പിന്നെ ഭുവി ഓൾവേസ് ജം എന്നുള്ള രീതിയിൽ തന്നെ അദ്ദേഹം പന്തെറിഞ്ഞുകൊണ്ടിരിക്കുന്നു. മൊത്തത്തിൽ നോക്കുമ്പോൾ ഗുജറാത്തിനെ സംബന്ധിച്ചിട്ട് ഗുജറാത്തിന് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് ഏരിയകളുണ്ട്. പക്ഷേ ഈ RCB എന്നുള്ളത് ടോട്ടൽ ടീമായിട്ട് നിൽക്കുകയാണ്. ടോട്ടലി അവർ ഓരോരുത്തരുമായിട്ട് പെർഫോം ചെയ്യുകയാണ്. അത് കോൺഫിഡൻസിൻ്റെ ഏറ്റവും ഉയരത്തിലാണ് അവർ നിൽക്കുന്നത്. അതാണ് അവരുടെ ഒരു വിജയത്തിൻ്റെ കാരണം. ഉറപ്പായിട്ടും 2 ജമ്മു, വിരാടും ഭുവിയും അത് തന്നെയാണ് RCBയുടെ ഏറ്റവും വലിയതെന്ന്. പ്രായം വേറും തുറപ്പ്. ഇന്നലെ ഒരു കമൻറ്റ് വന്നത് 37 year old young man എന്നാണ് വിരാട് കോഹ്ലിയെ പറയുന്നത്. കാരണം ഇന്നലെ തന്നെ വിരാട് ഒരുപാട് റെക്കോർഡ്, വിരാട് നമുക്കറിയാം ഓരോ മത്സരത്തിലും ഓരോ റെക്കോർഡുകളാണ്. അപ്പോൾ ഇന്നലെ 300 സിക്സ് തയ്ച്ചു, ഒപ്പം തന്നെ 800 ബൗണ്ടറിയും വിരാട് കോഹ്ലി ഇന്നലെ സായി സുദർശൻ ഒരു റെക്കോർഡ് തികച്ചു. ഏറ്റവും വേഗത്തിൽ 2000 റൺസ് തികച്ച IPL ബാറ്റർ. ഇന്ത്യൻ താരമല്ല, ലോക താരം തന്നെ. അതിനകത്ത് എത്ര പ്ലേയേഴ്സ് ഇപ്പോൾ അടക്കമുള്ള മക്കളടക്കമുള്ള താരങ്ങൾ ഒരുപാടുണ്ട്. ഷോൺ മാർഷ്, അതിന്റെ താഴെ സച്ചിൻ ടെണ്ടുൽക്കർ ഉണ്ട്. അതെ തീർച്ചയായിട്ടും. പിന്നെ ഇന്നത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ 2 മത്സരങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടുന്നുണ്ട്. ഒപ്പം തന്നെ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് മത്സരമാണ് രണ്ടാമത്തെ മത്സരം. എന്തെങ്കിലും ഒരു പഞ്ചാബ് വേഴ്സസ് ഡൽഹി, പഞ്ചാബ് ഉറപ്പായിട്ടും ജയിക്കാനുള്ള സാധ്യതയാണുള്ളത്. കാരണം പഞ്ചാബ് പിന്നെ മികച്ചൊരു ക്യാപ്റ്റൻ അവർക്കുണ്ട്, പിന്നെ മികച്ചൊരു ടീം അവർക്കുണ്ട്. മൊത്തത്തിൽ കോൺഫിഡൻസ് അവർ ഈ ഒരു ലീഗിൽ ഈ പോയിന്റ് ടേബിളിൽ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന ടീമാണ്. പഞ്ചാബിന് മറിച്ച് ചിന്തിക്കാനുള്ള യാതൊരു ഓപ്ഷനുമില്ല. മറുവശത്താണെങ്കിൽ അക്സർ പട്ടേലിൻ്റെ ക്യാപ്റ്റൻസി വലിയ രീതിയിൽ വിമർശനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ മാത്രമല്ല അവരുടെ ബാറ്റിങ്ങും ബോളിങ്ങും ഒക്കെ പിന്നെ മധ്യനിരയും ഒക്കെ അവരുടെ ഒരു തകർച്ച നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഡൽഹി എപ്പോഴും ആദ്യത്തെ 1-2 മത്സരങ്ങൾ മികച്ച വിജയങ്ങൾ നേടുകയും പിന്നെ അത് അവരുടെ പെർഫോമൻസ് താഴ്ന്നു പോവുകയും ചെയ്യുന്നൊരു അവസ്ഥയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പഞ്ചാബ് ജയിക്കാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. അൺബീറ്റണായി തുടരും. രണ്ടാമത്തെ മത്സരത്തിലേക്ക് രാജസ്ഥാൻ വേഴ്സസ് SRH. രാജസ്ഥാൻ വേഴ്സസ് SRH 2 യങ് ക്യാപ്റ്റന്മാർ തമ്മിലുള്ള മത്സരമാണ്. ഇഷാൻ കിഷൻ വേഴ്സസ് റിയാൻ പരാഗ്. അപ്പം ഇവരുടെ ക്യാപ്റ്റൻസി കഴിഞ്ഞ മത്സരങ്ങളിലൊക്കെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട്. റിയാൻ പരാഗ് അദ്ദേഹം ബാറ്റിങ്ങിൽ ഫോം ഔട്ട് ആണെങ്കിലും ക്യാപ്റ്റൻ കഴിഞ്ഞ മത്സരത്തിൽ ലോ സ്കോർ ആയിട്ട് പോലും അവർ എതിർ ടീമിനെ തോൽപ്പിച്ചിട്ടുണ്ട്. അപ്പം റിയാൻ പരാഗ് ഒരു ക്യാപ്റ്റൻസി മെറ്റീരിയൽ എന്ന രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുകയാണ്. റിയാൻ പരാഗിൻ്റെ തീരുമാനങ്ങൾ പോസിറ്റീവായിട്ട് നിൽക്കുകയാണ്, അത് വിജയത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം റിയാൻ പരാഗ് എന്ന ക്യാപ്റ്റൻ പിന്നെ ഒരു ബാറ്റർ എന്ന രീതിയിലുള്ള ഫോം ഔട്ട് മറികടന്നാൽ അദ്ദേഹം ഒരു ക്യാപ്റ്റൻസിയിൽ ശോഭിച്ചുകൊണ്ടിരിക്കുകയാണ്. മറുവശത്താണെങ്കിൽ ഇഷാൻ കിഷൻ ആദ്യ മത്സരത്തിലെ പിന്നെ SRHൻ്റെ ബോളിംഗ് നിര പോരാ എന്നുള്ള ഇടത്തു നിന്നും SRH ഈ IPL ഏറ്റവും മികച്ച ബോളേഴ്സുള്ള ടീം എന്ന രീതിയിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ട ഒരു ടീമായി മാറിയിരിക്കുകയാണ്. എങ്കിൽ കൂടിയും അടുത്ത മത്സരത്തിൽ രാജസ്ഥാൻ ജയിക്കും എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. മാത്രമല്ല വൈഭവ് സൂര്യവംശി കുറച്ചുകൂടി എക്സ്പോസ്ഡ് ആയോ എന്നുള്ള സംശയം കൂടി രേഖപ്പെടുത്തുന്നു. അതിനുള്ള മറുപടികൾ ഇന്ന് വൈഭവത്തിലായിരിക്കും. വൈഭവ് വേഴ്സസ് അഭിഷേക് എന്നുള്ളൊരു പോരാട്ടത്തിനാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. 2 ഇടങ്ങയ്യന്മാർ, 2 വെടിക്കെട്ട്, 2 ഫിയർലെസ് താരങ്ങൾ തമ്മിലുള്ള മത്സരത്തിൽ ആരായിരിക്കും കുറേ കൂടി നല്ല രീതിയിൽ ഡെലിവർ ചെയ്യുക എന്നുള്ളതും വലിയ കൗതുകത്തോടെ കാത്തു നിൽക്കുകയാണ് നമ്മൾ. ഞാൻ ഇതിൽ SRHനോടൊപ്പം നിൽക്കുകയാണ് ഈ മത്സരത്തിൽ. കുറച്ചുകൂടി പിന്നെ ഈ ടോപ്പ് ഓർഡർ പൊളിഞ്ഞു കഴിഞ്ഞാൽ രാജസ്ഥാൻ എന്ത് ചെയ്യും എന്നുള്ള ചോദ്യം തുടക്കം മുതൽ തന്നെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ പിന്നെ സമീപകാല ദൃഷ്ടാന്തങ്ങൾ നമ്മൾ കുറേ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വൈഭവ് വീണാൽ, യശസ്വി ജയ്സ്വാൾ വീണാൽ, ജുറയിൽ വീണ് കഴിഞ്ഞാൽ ആഫ്റ്റർ ദാറ്റ് എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ അവർക്ക് 200-ലേക്ക് എത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. സോ സൺറൈസേഴ്സ് നല്ല ഫോമിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സമയമാണിത്. പ്രത്യേകിച്ച് അവരുടെ പിന്നെ ഓറഞ്ച് ക്യാപ് ലിസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഹെൻഡ്രിക്സ് ക്ലാസൻ അതിലുണ്ട്, അഭിഷേക് ശർമ്മ മത്സരത്തിൽ കളിക്കും. അതെ, പാറ്റ് കമ്മിൻസ് തിരിച്ചു വരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. സോ അതുപോലെ തന്നെ അവരുടെ ബോളിംഗ് ഡൽഹിക്ക് വേണ്ടി സ്റ്റാർക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. കളിക്കാനുള്ള സാധ്യതയില്ല, പക്ഷേ അദ്ദേഹം ക്യാമ്പിലെത്തിയിട്ടുണ്ട് എന്നുള്ളത്. അവരുടെ ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റും ബാറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റും മൊത്തത്തിൽ ഫോമിലേക്ക് തിരിച്ചെത്തിയ ഒരു സമയം, ബോളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് നന്നായി ഡെലിവർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം. ഇത്രയും സന്തുലിതമാണ് രാജസ്ഥാൻ എന്ന് പിന്നെ സംശയമാണ്. കുറച്ചുകൂടി അവരുടെ പിന്നെ മിഡിൽ ഓർഡർ അല്ലെങ്കിൽ ലാസ്റ്റ് വാലറ്റക്കാരൊക്കെ നന്നായി പെർഫോം ചെയ്യുന്നുണ്ടോ എന്നുള്ള ചോദ്യം. റിയാൻ പരാഗിൻ്റെ ക്യാപ്റ്റൻസിയെ കുറിച്ച് കഴിഞ്ഞ മത്സരത്തിൽ ജയിച്ചതുകൊണ്ടൊക്കെ ആയിരിക്കും MSK അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക. സോ പക്ഷേ അദ്ദേഹം ബാറ്റിങ്ങിൽ ഇപ്പോഴും
സ്റ്റിൽ പിന്നെ പരാജയമാണ്. അദ്ദേഹത്തിന് ഡെലിവർ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹം അടക്കം ഇപ്പോൾ കഴിഞ്ഞ മുൻപത്തെ മത്സരങ്ങളിലൊക്കെ അദ്ദേഹം വല്ലാതെ ആഘോഷിക്കാനൊക്കെ നമ്മൾ കണ്ടത് വൈഭവ് സൂര്യവംശിയാണ് അദ്ദേഹം ആഘോഷിച്ചുകൊണ്ടിരുന്നത്. വൈഭവ് സൂര്യവംശിക്ക് പരാജയപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും രാജസ്ഥാൻ എന്ന ചോദ്യത്തിന് അവർക്ക് മറുപടി കണ്ടെത്തിയേ മതിയാവും. സോ ഈ മത്സരത്തിൽ ഞാൻ സൺറൈസേഴ്സിനൊപ്പം നിൽക്കുന്നു. അപ്പോൾ അതിൽ തന്നെ ഏറ്റവും കൗതുകമുള്ള ഒരു സംഭവം സാക്കിബ് ഹുസൈൻ SRHന്റെ ബൗളർ ഇതുവരെ ഒരു 6 പോലും വഴങ്ങിയിട്ടില്ല. IPL 6 വഴങ്ങാത്ത ഏക ബൗളറാണ് അദ്ദേഹം. അത് എമർജിംഗ് പ്ലെയർ കിട്ടാനുള്ള എല്ലാ സാധ്യതയുണ്ട്. വൈഭവ് എന്നത് മറികടക്കുമോ, അദ്ദേഹത്തിനെതിരെ 6 നേടുമോ എന്നുള്ളൊരു വൈഭവിനെ കഴിഞ്ഞാൽ മോഹ്സിൻ ഖാൻ ഒരു ബോളർ പിന്നെ വിക്കറ്റ് മെയ്ഡനാണ്. വിക്കറ്റ് ഉണ്ട്. അപ്പം അതിനുള്ളൊരു മറുപടി വൈഭവ് ഇന്ന് നൽകുമായിരിക്കും. സാക്കിബ് ഹുസൈന്റെ പന്തുകൾ പിന്നെ നേരിടാൻ അത്ര എളുപ്പമല്ല. കാരണം ഇത് ഈ ഇപ്പം ബുംറയെ നേരിട്ടതുപോലെ ഇദ്ദേഹത്തെ നമുക്ക് നേരിടാൻ കഴിയില്ല. കാരണം ബുംറയുടെ പന്തുകൾക്ക് ഏറ്റവും ഒരു എന്താ പറയുക, ബുംറ കുറച്ചുകൂടി പേസി രീതിയിലാണ്. പക്ഷേ ഇത് വേരിയേഷൻസ് കൂടുതൽ എറിയുന്ന പന്തുകളാണ് ഷാക്കിബിൻ്റെത്. അപ്പോൾ അതിന് വേരിയേഷൻസ് മനസ്സിലാക്കുകയാണെങ്കിൽ ഓക്കെ. പക്ഷേ നമുക്ക് കാണാം, മോഹ്സിൻ ഖാനെ പോലത്തെ ഒരു ബോളർ വൈഭവ് സൂര്യവംശിയെ പൂട്ടിയിട്ടുണ്ടെങ്കിൽ സാക്കിബിനും അത് പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു അനുമാനം. എന്നാലും രാജസ്ഥാൻ ജയിക്കില്ലേ? അത് രാജസ്ഥാൻ ജയിക്കും. റിയാൻ പരാഗ് ഇന്ന് ഫോമിലേക്ക് എത്തും. പരാഗിന്റെ സ്വന്തമാണ് മസ്ക്. ഇനി സഞ്ജുവിനെ വിട്ട് പരാഗിന് വേണ്ടിയിട്ടാണ് അടുത്ത PR നമുക്ക് പരാഗിന്. അല്ല, നമുക്ക് നോക്കാം. പരാഗ് അദ്ദേഹം പിന്നെ കഴിഞ്ഞ മുമ്പത്തെ സീസണിലൊക്കെ നന്നായിട്ട് കളിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അവരുടെ ടീമിൽ ആകെ ഒരു ക്യാപ്റ്റൻസി മിറ്റി ആകെ കുറേ പേരുണ്ട് എന്ന് പറഞ്ഞു. പക്ഷേ അവരത്രയും ഈ കുമാർ സംഗാക്കറെ പോലുള്ള ലോകം കണ്ട ഒരു പിന്നെ കോച്ചും അതുപോലെ ബാറ്ററും ഒക്കെ ആയിട്ടുള്ള ആൾ ഇദ്ദേഹത്തെ ക്യാപ്റ്റൻസി ഏൽപ്പിക്കണമെങ്കിൽ അദ്ദേഹത്തിന് എന്തെങ്കിലും ഉണ്ടായിരിക്കണമല്ലോ. വെറുതെ ഒരാളെ പിടിച്ച് തീർച്ചയായിട്ടും നമുക്ക് ക്ലിപ്പുണ്ടല്ലേ. നമുക്ക് നോക്കാം. എന്തായാലും ഒരുപാട് ചോദ്യങ്ങളുണ്ട്. സാക്കിബ് ആദ്യത്തെ 6 വഴങ്ങുമ്പോൾ വൈഭവ് വീണ്ടും ഫോമിലേക്ക് എത്തുമോ? പഞ്ചാബിൻ്റെ വിജയ കുതിപ്പിന് ഡൽഹി തടയിടുമോ? പ്രിയപ്പെട്ട പ്രേക്ഷകർ, നിങ്ങൾക്കും പ്രവചനങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഉണ്ടാവും. കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ടാക്ടിക്സ് അവസാനിക്കുകയാണ്. നാളെ വീണ്ടും കാണാം. നമസ്കാരം.